وجوب قراءة الفاتحة في كل ركعة. ഫാത്തിഹ എല്ലാവരും എല്ലാ റക്അത്തിലും പാരായണം ചെയ്ത് നിർബന്ധം. ഫീ കുല്ലി റക്അത്തിൻ ഹൈസു ഖാല ലഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് തെറ്റുപറ്റിയ ഒരാളോട് പറഞ്ഞല്ലോ, എന്ത്, നീ എല്ലാ റക്അത്തുകളിലും ഫാത്തിഹ ഓതണം എന്ന്. ثم فعل ذلك في صلاتك كلها, എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണം. ഇതാണ് അതിന്റെ തെളിവായിട്ട് അവിടെ കാണുന്നത്. വകാന യുസ്മിഉൽ ആയത അഹ്യാനൻ, ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓതുന്നത് കേൾപ്പിക്കും. സബ്ബിഹിസ്മ ഖാശിയെ ഓതുമ്പോൾ അതിന്റെ നഗ്മത്തിൽ നിന്ന്, നഗ്മ എന്ന് പറഞ്ഞാൽ ഒരു സംഗീതം, അതിന്റെ ആ പാരായണത്തിന്റെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ആ പാരായണത്തിന്റെ രീതി, അതിൽ നിന്ന് അവർക്ക് മനസ്സിലാകും റസൂൽ ഫാത്തിഹക്ക് ശേഷം സബ്ബിഹിസ്മയാണ് ഓതുന്നത്, ഖാശിയാണ് ഓതുന്നത് എന്ന്. ആ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നത് വഴിയും അതിന്റെ നഗ്മ വഴിയും സ്വഹാബത്തിന് മനസ്സിലാവാറുണ്ട്. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടെ കടന്നു വരുന്നത്, കാതലായ ഒരു വിഷയമാണ്. എന്നുവെച്ചാൽ പിന്നെ ഖിറാഅത്തുൽ ഫാത്തിഹ എന്നുള്ളത് ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് റക്അത്തില്ല. ഇത് പ്രവാചകൻ നിന്ന് കൃത്യമായി വന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തത് മൻ അദ്റക റുകൂഅ ഫഖദ് അദ്റക റക്അ, ആർക്കെങ്കിലും നമസ്കരിക്കുമ്പോൾ റുകൂഅ് കിട്ടിയാൽ അയാൾക്ക് ആ റക്അത്ത് കിട്ടി. ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം. ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് ഇതിന് ഒരു ചർച്ചയായിട്ട് ഈ പുസ്തകത്തിൽ എടുക്കുന്നില്ലെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലും ഇന്നും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലും ഈ വിഷയത്തെ അദ്ദേഹം വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് ഒരു വിശ്വാസം സ്വീകരിക്കേണ്ട നിലപാട്? അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പാകിസ്ഥാനിലെയും ഇന്ത്യയിലും, അദ്ദേഹം പേരെടുത്ത് പറയുന്നത്, പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും ഒക്കെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ റുകൂഅ് കിട്ടിയാൽ റക്അത്ത് കിട്ടില്ല എന്ന സ്റ്റാൻഡ് എടുത്ത ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഫാത്തിഹ ഓതിയേ പറ്റൂ. എന്നാൽ അദ്ദേഹം അതിനെ ഗണ്ണിക്കുന്ന ഒരു വിഷയമുണ്ട്. അവിടെയാണ് ഈ രണ്ട് ഹദീസുകൾ വരുമ്പോൾ രണ്ടും പ്രത്യക്ഷത്തിൽ പരസ്പരം വൈരുദ്ധ്യം എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല. അത് ഒരു ആമായിട്ടുള്ള നസ്സാണ്. ആം എന്ന് പറഞ്ഞാൽ അതിൽ വൈകി വരുന്നവൻ പെടും, നിസ്കാരത്തിൽ ആദ്യം മുതൽ റക്അത്തിൽ വന്നവൻ പെടും, ഇമാമ് പെടും, മഅ്മൂമ് പെടും. അത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് റസൂൽ പറഞ്ഞതല്ല, മൊത്തത്തിൽ റസൂൽ പറഞ്ഞതാണ്. അവിടെ ഒരു ഖാഇദയുണ്ട്. എന്താ ഖാഇദ എന്ന് പറഞ്ഞാൽ അന്ന നസ്സുൽ ആമ്മ ഇദാ ലം യജ്രി ഇലാ അമലിൻ മിൻ അജല്ലി മിൻ അസ്സലഫ് ഫലാ യജൂസുൽ അൽഅമലു ബിഹി. പ്രവാചകൻ പൊതുവായി പറഞ്ഞ ഒരു കാര്യം സ്വഹാബത്താരും ആ വിഷയത്തിൽ അങ്ങനത്തെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അഥവാ പ്രവാചകൻ പൊതുവായി പറഞ്ഞൊരു വിഷയത്തിൽ സ്വഹാബികൾ ആരും അത് ചെയ്തിട്ടില്ലെങ്കിൽ, സ്വഹാബികളിൽ നിന്ന് വന്ന അവർ ചെയ്തു എന്ന് വന്ന റിപ്പോർട്ട് ആ പറഞ്ഞതിനെതിരാണെങ്കിൽ അവിടെ ആ പൊതുവായിട്ടുള്ള മെസ്സേജ് വെച്ചുകൊണ്ട് അമല് ചെയ്യരുത്. സ്വഹാബികൾ അതിനെങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ അമല് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ വിഷയത്തിൽ റസൂൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ ഒരാൾ റക്അത്തിൽ വൈകി വരുമ്പോൾ റുകൂഅ് മാത്രം കിട്ടി എങ്കിൽ അയാൾ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ അയാൾക്ക് റക്അത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് അയാൾക്ക് ആ റക്അത്ത് കിട്ടും, അയാൾ ആ റക്അത്ത് മടക്കി നിർവഹിക്കേണ്ടതില്ല എന്നാണ് സ്വഹാബത്തിൽ നിന്ന് വന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, പിന്നെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇവരിൽ നിന്നൊക്കെ ഈ വിഷയത്തിൽ അനേകം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നിസ്കരിക്കുന്ന സമയത്ത് സ്വഹീഹായി വന്ന റിപ്പോർട്ടാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ സമീപത്തേക്ക് കൂടെ സ്വഫിൽ നിസ്കരിച്ച മറ്റൊരു വ്യക്തി, അയാൾക്ക് റുകൂഇലേക്ക് വന്നത്, അടുത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകല്ലോ ഒരാൾ റുകൂഇൽ വന്ന് ചേരുമ്പോൾ, നമസ്കാരം കഴിഞ്ഞിട്ട് ഇയാൾ റുകൂഇൽ നിന്ന് എഴുന്നേറ്റ് അടുത്ത റക്അത്ത് നമസ്കരിക്കാൻ ഇമാം സലാം പൊട്ടിയപ്പോൾ തനിക്ക് റക്അത്ത് നഷ്ടപ്പെട്ടു എന്ന അർത്ഥത്തിൽ അയാൾ എഴുന്നേൽക്കാൻ നിന്നപ്പോൾ സലാം പൊട്ടി നിന്നിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ജദബഹു ഇജ്ലിസ് അദ്റക്ത റക്അ, പിടിച്ചിട്ട് ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇരുന്നോ നീ, സലാം പൊട്ടിക്കോ, അദ്റക്ത റക്അ, നിനക്ക് റക്അത്ത് കിട്ടിയിട്ടുണ്ട്, വീണ്ടും അത് നിർവഹിക്കേണ്ടതില്ല, റുകൂഅ് തന്നെ മതിയാകും. അപ്പൊ ഈ സ്വഹാബികളിൽ നിന്നൊക്കെ വന്ന നടപടി എന്താണ്? റക്അത്ത് ലഭിക്കാൻ ഒരാൾക്ക് റുകൂഅ് ലഭിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. സ്വഹാബത്ത് അതിനെ എങ്ങനെ മനസ്സിലാക്കിയോ അത് അങ്ങനെ മനസ്സിലാക്കുക
എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത്. കാര്യം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി, വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിഷയം, തീ കൊണ്ട് സ്പർശിച്ചതെല്ലാം വുളൂഇന് കാരണമാകും എന്ന് പറഞ്ഞാൽ, വേവിച്ച് കഴിച്ചാൽ, ആ വേവിച്ച ഭക്ഷണം കഴിച്ചാൽ വുളൂ എടുക്കണം എന്ന ഹദീസിന്റെ വാഹിർ. അത് പച്ചക്കറിയാണെങ്കിലും മാംസമാണെങ്കിലും എല്ലാം അതൊരു ആമായ നസ്സാണ്, അതിലെല്ലാം പെട്ടു. അതുകൊണ്ട് ഇനി മുതൽ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ വുളൂ എടുക്കണം, എന്ത് കഴിച്ചാലും. അവിടെയാണ് സലഫു സാലിഹുകൾ ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് നമ്മൾ നോക്കുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരുപാട് സ്വഹാബിമാർ ഈ വിഷയത്തിൽ എടുത്ത നിലപാട്, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട്, വേവിച്ച ഭക്ഷണം കഴിച്ചിട്ട് അവരെന്ത് ചെയ്തു, വുളൂ എടുക്കാതെ തന്നെ നമസ്കരിച്ചിരുന്നു എന്ന് കൃത്യമായ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ സലഫു സാലിഹുകൾ ആ പ്രവാചകന്റെ ഹദീസിനെ മനസ്സിലാക്കിയത് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ റസൂൽ പറഞ്ഞതായിട്ടാണ്. അതല്ലെങ്കിൽ പെട്ടെന്ന് രണ്ടാമത്തെ വ്യാഖ്യാനം, അത് മുമ്പുണ്ടായിരുന്ന നിയമമാണ്. ആ നിയമം സലഫുകൾ ആരും ചെയ്തിട്ടില്ല. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം, പ്രവാചകനിൽ നിന്ന് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, പൊതുവായി പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ വ്യാഖ്യാനം പ്രവാചകന്റെ നാവിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വഹാബത്തിന്റെ നടപടിക്രമത്തിലേക്ക് നോക്കും. സ്വഹാബികൾ എന്ത് ചെയ്തോ, അതിനെ എങ്ങനെ മനസ്സിലാക്കിയോ, ആ രൂപത്തിലാണ് ആ നസ്സ് നമ്മൾ സ്വീകരിക്കുക. അതാണ് ഫഹ്മുസ് സലഫ് എന്ന് പറയുന്നത്. ഇവിടെ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതാത്തവന് റക്അത്തില്ല എന്ന് റസൂൽ പറഞ്ഞതിനെ ഏതെങ്കിലും ഒരു വ്യക്തി വൈകി വരുമ്പോൾ റുക്കൂഅ് ലഭിച്ചാൽ അയാൾക്ക് ആ റക്അത്ത് മടക്കി നിർവഹിക്കണം എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. മറിച്ച് അവർ മനസ്സിലാക്കിയത് ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. പക്ഷേ ഒരാൾ വൈകി വന്നാൽ റസൂൽ അയാൾക്ക് കൊടുത്ത ഒരു ഒഴിവാണ് എന്ത്, മൻ അദ്റക റുക്കൂഅ ഫഖദ് അദ്റക. വൈകിയാൽ റുക്കൂഅ് ലഭിച്ചാൽ അയാൾ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിലും അയാൾ ആ റക്അത്ത് നിർവഹിക്കേണ്ടതില്ല. അതാണ് സലഫു സ്വാലിഹുകളുടെ നടപടിക്രമം എന്ന് വളരെ വ്യക്തമായി ഷെയ്ഖ് സൽമാൻ റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല